ഇന്നത്തെ നമ്മളുടെ 5:51 പ്രഭാതമാണ് ഈ കാണുന്നത്. മറ്റൊരു കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. ദേ ആ തെങ്ങുകൾക്കിടയിൽ നോക്കിക്ക് എന്തൊരു ഭംഗിയുണ്ട് ചന്ദ്രനെ കാണാൻ. ഇന്നലെ ഞാൻ ചപ്പാത്തി കാണിച്ചപ്പോഴേക്ക് എൻ്റെ ഒരു വ്യൂവർ ശുഭ CS എൻ്റെ അടുത്ത് പറഞ്ഞു കുഴയ്ക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരണം എന്ന്. ഒന്നുമില്ല, എളുപ്പമാണെന്നേ. പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മാവ്, ഗോതമ്പ് മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാനിങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഈ കുഴയ്ക്കുന്നതിനനുസരിച്ച് ഞാൻ ഇപ്പം വെള്ളം ആവശ്യം വന്നതുകൊണ്ട് ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതിൻ്റെ ആ ഒരു പരുവത്തിന് ഇതുപോലെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതുപോലെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോഴാണ് എനിക്ക് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം ഇതെനിക്ക് വളരെ ഈസിയാണ്. അപ്പം ട്രൈ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ വല്ലാതെ കയ്യിലൊട്ടുന്ന പരുവാണെങ്കിൽ കുറച്ചുകൂടി മാവ് അതിലേക്ക് തട്ടിയിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നോ അതിലാണ് ആ ചപ്പാത്തിയുടെ ഒരു സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അപ്പം ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു ടീസ്പൂൺ എണ്ണ ഇതുപോലെ തടവിയിട്ട് വീണ്ടും ഒന്ന് കുഴച്ചു കൊടുക്കും. അപ്പം ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി അടച്ച് അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. അപ്പം ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ച ശേഷം ടെറസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നലെ രാത്രി എനിക്ക് നല്ല പണിയായിരുന്നു കേട്ടോ. അപ്പം തുണികളൊക്കെ രാത്രിയാണ് ഞാൻ ടെറസിലേക്ക് വിരിച്ചിട്ടത്. അപ്പം ഞാനല്ല വിരിച്ചിട്ടത്, ഞാൻ സുൽത്താൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് വിരിച്ചിടാൻ. അവൻ നേരെ ഒന്നും വിരിച്ചിട്ടിട്ടില്ല. അതാ കണ്ട മുണ്ടൊക്കെ എങ്ങനെയൊക്കെയോ വിരിച്ചിട്ടു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നേരെ ഒന്ന് വിരിച്ചിടാണ്. ഈ ചെടി കണ്ടോ, ഇത് ഞാൻ എൻ്റെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇതിനിടയ്ക്ക് അങ്ങ് വാടിക്കരിഞ്ഞ് ഒരു കമ്പ് മാത്രമായി. അതിൽ നിന്ന് ഇപ്പം പുതിയ തളിര് വന്നതാണ് കേട്ടോ. ചെടിയാണെങ്കിലും അങ്ങനെ തളിര് വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതാണ്. ഞാൻ ഈ ടെറസിൽ വന്നാണ് കഴുകിയത്, കാരണം കഴുകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വെയിൽ വന്നപ്പോഴേക്ക് എല്ലാം എടുത്ത് ഉണങ്ങാനായിട്ട് വെക്കുകയാണ്. അപ്പം ഇതെനിക്ക് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളാണ്. ആ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയാണ് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകണം. പഴയ പാത്രങ്ങളാണെങ്കിലും സ്റ്റീൽ പാത്രമാകുമ്പോൾ കഴുകിയെടുക്കുമ്പോൾ നല്ലൊരു സൗന്ദര്യം കിട്ടും കേട്ടോ അതിന്. അപ്പോൾ വെയിൽ ഇങ്ങനെ വെയിലിൻ്റെ ഗാഢത കൂടി വരെയാണ്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു, സവാളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഇത്രയും സവാള ഇന്നിപ്പോൾ അരിഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിൽ മുട്ടയൊന്നും ഇരിപ്പില്ല. അപ്പം ഞാൻ സവാളക്കറിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും സലു കിച്ചണിൽ എന്നും വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ ആയിരിക്കുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുടെയും വീടുകളിലെ പോലെ തന്നെയാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെയും ആഹാര രീതി ഉള്ളതുകൊണ്ട് ഓണം പോലെ അത്ര തന്നെ. അപ്പം ഞാൻ ടേബിൾ കൗണ്ടർ തുടച്ച ശേഷം അവിടെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയില്ലേ ഇപ്പോൾ ചപ്പാത്തി പരത്തിയെടുക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചപ്പാത്തി ഉണ്ടാക്കുന്നവർ അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും ആ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമേ നമ്മൾ ഇതുപോലെ പരത്തി ചുട്ടെടുക്കാവൂ കേട്ടോ. അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ പലർക്കും തോന്നും ഇന്നലെ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണതൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മളുടെ ചപ്പാത്തി നല്ല ഫ്ലഫി ആയിട്ട് വരും. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. കണ്ടോ, ഇതാണ് നമ്മുടെ ചപ്പാത്തി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീഡ്ബാക്ക് തരണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ഉള്ളിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ് പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുട്ടക്കറിയായി കേട്ടോ. അപ്പം ഞാൻ ഉടൻ തന്നെ ചോറ് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം ഞാൻ ടപ്പേന്ന് പണികൾ തീർക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് വേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഇരുന്നു, അന്ന് ഓണത്തിന് വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പം ഞാനത് അവിയൽ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അവിയൽ എന്ന് പറയുമ്പം ഇന്നത്തെ അവിയൽ നമ്മളുടെ ഒരു ട്രഡീഷണൽ അവിയലൊന്നുമല്ല, കുറച്ച് ഇങ്ങനെ ലൂസാക്കിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞെടുക്കുകയാണ്. പിന്നെ രസത്തിന് വേണ്ടിയിട്ടുള്ളത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളക്, ചെറിയ ജീരകം, ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ അവിയലിനും ഈ കൂട്ടത്തിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രസവും അവിയലുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാൻ ദേ അരച്ചെടുക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, രാവിലെ തന്നെ ജോലികളെല്ലാം ഒന്ന് തീർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എപ്പോഴെപ്പോഴും കാണിക്കേണ്ടെന്ന് കരുതിയോണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അവിയലിനുള്ള അരപ്പൊക്കെ ഞാൻ ദേ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ലൂസായിട്ടുള്ള ഒരു അവിയലാണ്. അപ്പം ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ, നിസാറിക്കാക്ക് ഇങ്ങനത്തെ അവിയലാണ് ഇഷ്ടമേ. ഈ കുഴവഴാന്നുള്ളത് എനിക്കിഷ്ടമേ അല്ല കേട്ടോ. എനിക്ക് നല്ല കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന അവിയലാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏത് ടൈപ്പ് അവിയലാണ് ഇഷ്ടം? ഇതുപോലെ കുഴഞ്ഞതാണോ ഇഷ്ടം, കഷ്ണങ്ങളായിട്ടുള്ളതാണോ ഇഷ്ടം? ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പം ഇതിനിടയിൽ ഞാൻ രസത്തിന് വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചോറ് റെഡിയായത് ഞാൻ ഇതാ ഊറ്റിയെടുക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജോലികളൊക്കെ എളുപ്പം ചെയ്ത് തീർക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമല്ലോ, എനിക്ക് ഈ അടുക്കളയിൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിലും ഈ അടുക്കളയിൽ നിൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ആളേ അല്ല കേട്ടോ. എത്രയും പെട്ടെന്ന് ജോലികൾ ഒതുക്കി തീർത്ത് അടുക്കളയിൽ നിന്ന് പുറത്ത് ചാടുക, അതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പം ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇതുപോലെ തന്നെയാണ്, എളുപ്പം ജോലി തീർക്കും, അവിടെ നിന്ന് മാറി നിൽക്കും. ഇപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്തും ഉള്ളവർക്ക് ചിലപ്പോൾ അതിശയം തോന്നും എൻ്റെ വീഡിയോസൊക്കെ വരുമ്പം. കാരണം ഞാൻ ഏത് സമയവും വീടിൻ്റെ പുറത്തോ വെളിയിലോ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയും വായി നോക്കുകയും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതുപോലുള്ള റെസിപ്പികൾ എത്തുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ രസത്തിന് വേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി, രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ രസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കും ഇഷ്ടമാണേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം ഞങ്ങളിതാ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കി ഇപ്പം ഞങ്ങൾ പോവുകയാണ്. അപ്പം എവിടെയാണ് പോണതെന്ന് പറഞ്ഞില്ലല്ലോ, നമുക്ക് ഡൈനിങ് ടേബിൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഓൾറെഡി ഒരു ദിവസം ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോഴേക്ക് നമ്മൾ ഫർണിച്ചർ നോക്കാനായിട്ട് ഇറങ്ങിയിട്ട് ഒരു ദിവസം അങ്ങനെ ഒരിടത്ത് നോക്കി കണ്ട്, ഒന്നല്ല 2-3 കടയിൽ കയറി അവസാനം ഒരു കടയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റി 8 സീറ്റർ ഡൈനിങ് ആണ് നമ്മൾ നോക്കണത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിയപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് 8 സീറ്റർ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാൻ പാടാണ്. 8 സീറ്റർ ഇല്ല, നല്ല മോഡലൊക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല മോഡലുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 8 സീറ്റർ തന്നെ വേണം. അവസാനം നിസാറിക്ക് പറഞ്ഞു എങ്കിൽ പിന്നെ 6 സീറ്റർ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഈ ഇതുണ്ടല്ലോ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ അത് 6 സീറ്റർ വരെ ഉള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പോഴത്തെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയണ ശരി അത് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല 8 സീറ്റർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിടത്ത് നമ്മളിങ്ങനെ കണ്ടപ്പം കുഴപ്പമില്ല, ഭയങ്കര പോഷായിട്ടുള്ള കസേരയും ഇതൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള അല്ലേ, റോസ് ഫുഡ് അല്ലേ, ഇതാണ് നോർത്ത് ഇന്ത്യൻ ടൈപ്പാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ടാണല്ലോ പോണം. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും സുൽത്താനെയും കൂടെ വിളിക്കാം, അവനും കൂടി കാണട്ടെ, നമ്മൾ രണ്ടുപേരും തീരുമാനം എടുക്കുന്നത്. ഹൈ സുൽത്താൻ, റിച്ച് വീട്ടിലാണ് കേട്ടാ. ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ചൂട് തുടങ്ങി അല്ലേ, ഭയങ്കര ചൂട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് MG കോളേജ്. അതിന്റെ എൻട്രൻസ് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. MG കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ പറഞ്ഞില്ലേ ഡൈനിങ്ങിനെ കുറിച്ച്, ഇതാണ് ഡൈനിങ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതൊന്നും ഇതിലും ഇൻക്ലൂഡ് അല്ല കേട്ടാ, ഇതൊക്കെ വേറെ. ഇതൊക്കെ 3000 സംതിങ് ഞാൻ കണ്ടാണ് ഈ ഒരു സംഭവത്തിന്, രാജസ്ഥാനിൽ നിന്നാണ്. അങ്ങനെ നമ്മളുടെ ഡൈനിങ് ടേബിൾ വാങ്ങി. അപ്പൊ അതിനൊരു തീരുമാനമായി അല്ലേ, അത് തന്നെ. റോസ് ഫുഡാണ് സംഭവം, നോർത്ത് ഇന്ത്യൻ മോഡലാണ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അവനവന്റെ കംഫർട്ടാണല്ലോ വേണ്ടത് അല്ലേ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ട്, ഇതുപോലെ നമ്മളുടെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും
നമുക്ക് കംഫർട്ടായിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഒരിടത്ത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്കൊക്കെ, ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു സ്വഭാവമാണ്, നമ്മൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കൊള്ളാം, അത് നമ്മളുടെ വീട്ടില് വയ്ക്കാം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അത് ചേർന്നെന്ന് വരത്തില്ല അല്ലേ. അപ്പൊ നമ്മൾക്ക് അതായത് നമ്മൾക്ക് അനുയോജ്യമായിട്ട് നമ്മളുടെ വീടിന് ചേരുന്ന നമ്മളുടെ മനസ്സിന് തൃപ്തിയുള്ള സാധനമേ ഏതായാലും വാങ്ങി വെക്കാവൂ. അപ്പോഴേ നീ അതൊക്കെ പഠിച്ചല്ലോ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ, അല്ലായിരുന്നു. എന്ത് കണ്ടാലും ഒരു സാരി കണ്ട ആ കളർ തന്നെ വേണം, ആ കളർ ചേരുവില്ലേ. അല്ല, അങ്ങനെയല്ല. എന്തെങ്കിലും കാണുമ്പോഴേക്കും ഒരു ഫാന്റസി തോന്നുന്ന ഒരു പ്രായം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇത് ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ ഭയങ്കര ഒരു എന്ത് പറയണത്, ഇപ്പൊ അങ്ങനെ നോക്കിയും കണ്ടും സമാധാനത്തില് അങ്ങനെയൊക്കെ വാങ്ങിക്കത്തുള്ളൂ. എന്ത് കാര്യം നോക്കിയാലും ഒരു എന്താ ഒരു സാറോട് ചിരിക്കണത്. ആമസോണില് ഇങ്ങനെ നോക്കി നോക്കുമ്പോ സുൽത്താനെ ഇതോടെ സുൽത്താനെ ഇതും കൂടെ വേണ്ടത് നോക്കിയാ അത് വേണോ വേണ്ടേ. ഈ സുൽത്താനെ ഇത് വാങ്ങിട്ട് അത് വാങ്ങിട്ടെന്ന് പറയണത് എനിക്ക് വേണ്ട സാധനം തന്നെ ആയിരിക്കും ഞാൻ നിന്റെ അടുത്ത് പറയണത് അല്ലേ. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത സമയം. നീ ഇങ്ങോട്ട് വന്നപ്പോഴേ എം ജി കോളേജിൽ പഠിച്ചവരെ കൈ പൊക്കണം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പൊക്കുന്ന ഒരാളുണ്ട്. നീ പഠിച്ച ആളെന്നല്ലേ പറഞ്ഞത്? അത് നമ്മള് മോഹൻലാൽ. പിന്നെ ലാലേട്ടന് സലു കിച്ചൻ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലേ. നീ ചോദിച്ച അങ്ങനെയല്ലല്ലോ, അവിടെ പഠിച്ചവരുണ്ടെങ്കിൽ കൈ പൊക്കാനല്ലേ പറഞ്ഞത്. പിന്നെ പക്ഷെ വേറെ കാര്യേ, ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞാലും നമുക്കും ഉണ്ട് കുറച്ച് VIPs. നമ്മളെ തമ്പുരാട്ടി ഒന്ന് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ലക്ഷ്മി തമ്പുരാട്ടി. പിന്നെ നമ്മൾക്ക് അടുത്ത കാലത്ത് നിന്റെ ഷിഹാബ് തങ്ങൾ അതെ സഫിയ ഹബീബ് എന്ന് പറഞ്ഞ ഒരുത്ത, അവര് എന്റെ വ്യൂവറാണ്. അദ്ദേഹത്തിന്റെ ഷിഹാബ് തങ്ങളുടെ റിലേറ്റീവ് ആരാണെന്ന് പറഞ്ഞത്, അതായത് വൈഫ് അങ്ങനെ. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ജോൺസൺ മാഷിന്റെ ബ്രദറിന്റെ വൈഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇതൊക്കെ ഇതുപോലെ കുറെ പേരുണ്ട്. എല്ലാരെയും പേരിപ്പം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ലാലേട്ടൻ കമന്റ് ചെയ്താലും പക്ഷെ എങ്ങനെയാ നമുക്ക് അത് പ്രതീക്ഷിക്കാൻ പറ്റൂല കമന്റ് ഇടുമെന്നുള്ളത്. നീ ആരെ ഫാനാണ്? ഞാൻ മമ്മൂക്കയുടെ ഫാനാണ്. ലാലേട്ടനെ ഇഷ്ടം അല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് എനിക്ക് മമ്മൂക്കായുടെ അടുത്താണ് പ്രിയം. പക്ഷെ നിങ്ങൾ തമ്മിൽ അടിച്ചോണ്ടിരിക്കത്തേ ഉള്ളു. അവർ തമ്മിൽ ഒന്നിച്ച് ദുബായിൽ പോയി ഇപ്പൊ ഗോൾഡൻ വിസയൊക്കെ വാങ്ങിച്ചിട്ട് ചെത്തി നടക്കും. മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് വായി നോക്കിയാൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കും അല്ലേ. അവര് ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞു. പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞ് ഇപ്പോൾ തന്നെ ഡെലിവറി ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിതേ നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന ഉടൻ തന്നെ അവരും സാധനമായിട്ട് എത്തി കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മളുടെ ഈ ഡൈനിങ് ടേബിൾ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണേ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വളരെ സിമ്പിളായിട്ടുള്ള, എനിക്ക് ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയിപ്പോൾ ഇട്ടില്ലെങ്കിൽ സ്ക്രാച്ച് വീണാലോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയോ വ്ളോഗോ ഇട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.